ഓഫ് ഫ്രീഡം എന്ന ക്യാമ്പയിന് ചുക്കാൻ പിടിക്കുന്നത് യുവ IT പ്രൊഫഷണൽ സഞ്ജയ് വിജയകുമാറാണ്. 6 വർഷം മുൻപ് വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങൾ സമന്വയിപ്പിച്ച് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന IT സംരംഭം വൻ വിജയമാക്കിയതിന് പിന്നിൽ ഈ ചെറുപ്പക്കാരൻ. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കവെയാണ് നാലാഞ്ചിറ സ്വദേശിയായ സഞ്ജയ് വിജയകുമാർ കൂട്ടുകാർക്കൊപ്പം മോക്മി വയർലെസ് എന്ന IT കമ്പനിക്ക് തുടക്കമിട്ടത്. അന്ന് ഇൻഫോസിസിന്റെ തലവനായിരുന്ന ക്രിസ് ഗോപാലകൃഷ്ണന്റെ പിന്തുണ കൂടിയായപ്പോൾ സഞ്ജയിന്റെ സംരംഭം വളർന്നു പന്തലിച്ചു. ഇന്ന് 25 കോടി വിറ്റുവരവുള്ള കമ്പനിയാണ് സഞ്ജയിന്റേത്. പഠനത്തിന് ശേഷം കഴിവുറ്റവരെ വമ്പൻ കമ്പനികൾ വിലക്കെടുക്കുന്ന പതിവ് തെറ്റിച്ചുകൊണ്ടാണ് സഞ്ജയ് സ്റ്റാർട്ടപ്പ് വില്ലേജിലൂടെ പുത്തൻ IT കൂട്ടുകെട്ടിന് തുടക്കമിട്ടത്. അടുത്ത 18 മാസത്തിനകം സ്റ്റാർട്ടപ്പ് വില്ലേജിനെ ലോകത്തെ നമ്പർ 1 ടെലികോം ഇൻക്യുബേറ്റർ ആക്കാനാണ് ഞങ്ങളുടെ ശ്രമം. അടുത്ത 18 മാസത്തിനകം ക്രിസിന്റെ നേതൃത്വത്തിൽ 30 IT കമ്പനികൾ കേരളത്തിലോട്ട് വരുന്നുണ്ട്. ആൻഡ് യൂഷ്വലി IT കമ്പനികൾ നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നത് ജോലി കൊടുക്കാനാണ്. IBM വന്ന് നമ്മുടെ നാട്ടിൽ കുറച്ച് ജോലി കൊടുക്കുന്നതാണ്. ഇത്തവണ നമ്മൾ പറയുന്നത് നിങ്ങൾ ഇവിടെ ഒന്നും ജോലി തരണ്ട, നിങ്ങളുടെ ഇന്നോവേഷൻ സോൺ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരിക. അതാവുമ്പോൾ ഞങ്ങളുടെ പിള്ളേർക്ക് ടെക്നോളജിയിൽ വർക്ക് ചെയ്ത് ഇവിടെ കമ്പനി ഉണ്ടാക്കാം. ആശയങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ ക്യാമ്പസുകളിൽ വെച്ച് തന്നെ പുതിയ സംരംഭങ്ങൾ രൂപപ്പെടുന്നു. നമ്മുടെ വിഭവശേഷി വമ്പൻ കമ്പനികൾ തട്ടിയെടുക്കാതെ നമ്മുടെ വികസനത്തിന് തന്നെ പ്രയോജനപ്പെടുത്തുന്നു. ഈ നൂതന ആശയം സ്റ്റാർട്ടപ്പ് വില്ലേജിലൂടെ ഇന്ത്യയാകെ പടരുകയാണ്. ഇന്ന് 83 കോളേജുകളിൽ കഴിഞ്ഞ 21 ദിവസത്തിനാണ് ഇവര് ഈ പൈലറ്റ് ഷെൽസ് സ്ഥാപിച്ചു. സോ ക്ലാസ് റൂമിന്റെ 4 മതിലിൽ നിന്നും ആൻഡ് ഈ സിലബസ് എന്നൊരു സാധനത്തിൽ നിന്നും മാറി റിയൽ വേൾഡുമായിട്ട് സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. ഈ വിജയമാണ് എമർജിംഗ് കേരളയിലൂടെ മുഖ്യമന്ത്രി വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്ക് പിന്തുണയുമായി 30 Days of Freedom എന്ന ക്യാമ്പയിന് തുടക്കമിടാൻ സഞ്ജയിനെ പ്രേരിപ്പിച്ചത്. ആപ്പിളിലൂടെ യുവാക്കൾക്ക് മാതൃകയായ സ്റ്റീവ് ജോബ്സിന്റെ ആശയങ്ങൾ മുൻനിർത്തിയുള്ള സഞ്ജയ് വിജയകുമാറിന്റെ സംരംഭങ്ങൾ പുതുതലമുറയ്ക്ക് പ്രചോദനമാകുകയാണ്. സൂര്യ ന്യൂസ്, തിരുവനന്തപുരം.